സമ്മതിക്കിടക്കേണ്ട പൈസ എടുക്കും, അത് കൊടുക്കണം. ഫഹദ് ഫാസിലിന്റെ പിന്നെ ഒന്നും പറയാനില്ല. ഫഹദ് ഫാസിലിന് പറയേണ്ട ആവശ്യമില്ല. പുണ്ടാച്ചി പെർഫോമൻസ്, ഒന്നും പറയാനില്ല. പുണ്ടാച്ചി പെർഫോമൻസ്. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. വേറെ അലമ്പായിട്ടൊന്നും ഇതുവരെയായിട്ട് വന്നിട്ടൊന്നുമില്ല. കുഴപ്പമില്ല, വലിയ അലമ്പായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇതുവരെയായിട്ട് അലമ്പായിട്ട് തോന്നിയില്ല. ഒരു ആവറേജ് ആയിട്ട് പടം വന്നിട്ടുണ്ട്. പക്ഷേ അല്ലു അർജുൻ്റെ ഒരു കോമഡിയും അതുപോലെ തന്നെ കുറച്ച് മാസും, പിന്നെ ഫഹദ് ഫാസിലിൻ്റെ പിന്നെ ഒന്നും പറയാനില്ല. ഫഹദ് ഫാസിലിന് പറയേണ്ട ആവശ്യമില്ല. പുണ്ടാച്ചി പെർഫോമൻസ്, ഒന്നും പറയാനില്ല. പുണ്ടാച്ചി പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെന്ത്, അത് സെക്കൻഡ് ഹാഫ് കൂടെ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ബോറടിക്കുന്നില്ല. വലിയ ബോറടി കാര്യങ്ങൾ അങ്ങനെ നല്ല അലമ്പായിട്ടുള്ള ഒരു ഇതായിട്ട് നമ്മൾ ഇതായിട്ട് കണ്ടിട്ടില്ല. അതിന് സെക്കൻഡ് ഹാഫ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഇത് രണ്ടുപേരും കൂടെ ഫഹദും നമ്മുടെ അല്ലു അർജുനും കൂടെ ഇതിനെ നേർക്ക് നിൽക്കണം. പക്ഷെ രണ്ടും കൂടെ നല്ല കോംബോ ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പൊ ഇനി ബാക്കി ശേഷം നമുക്ക് കോസ്റ്റ്യൂം നമ്മുടെ ദൃശ്യം നമ്മുടെ ചങ്കിവിടെ നിൽക്കുകയല്ലേ, പിന്നെ എന്ത് നമുക്ക് ഫ്രീ ചെയ്ത് തരികയല്ലേ, പിന്നെ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും സമ്മതിക്കിടക്കേണ്ട പൈസ എടുക്കും, അത് കൊടുക്കണം. സിനിമ എന്താ പറയാ, ടിപ്പിക്കൽ തെലുങ്കു മൂവിയാണ്. ഇതുവരെ ബോറൊന്നും അടിച്ചില്ല. ഫസ്റ്റ് ഹാഫേ ആയിട്ടുള്ളൂ. സ്റ്റൈലും ഫഹദ് ഫാസിലിന്റെ സൈക്കോത്തരൊക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നുണ്ട്. ഇന്റർവ്യൂ ആയതും നല്ല രസമുണ്ട്. വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട്. ഇല്ല, ഇതുവരെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഗുഡ്, കൊള്ളാം. ക്രിഞ്ചുണ്ട് പക്ഷേ കൊള്ളാം. അങ്ങനെ കമ്പയർ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇതുവരെ നന്നായി പോകുന്നുണ്ട്. ഇന്റർവ്യൂ വരെ കണ്ടോളൂ. ഇന്റർവ്യൂ വരെ വേറെ ലെവലാണ്. ഇന്റർവ്യൂ എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കിയിട്ട് പറയാം.